വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കോമേഴ്സ് കമ്പാനിയൻ. നമ്മുടെ +1 +2 സ്റ്റുഡൻസിൻ്റെ എല്ലാം എക്സാം ഡേറ്റ് മെയ് 21 തുടങ്ങി മെയ് 29 എന്നൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മളാണെങ്കിലോ പഠിക്കുന്ന മൂഡെല്ലാം ഒന്ന് മാറിയിരിക്കുക കൂടിയാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റുക? അതിന് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പഠിച്ചാൽ വളരെ എഫക്റ്റീവായിരിക്കും. എങ്ങനെ നമുക്കൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ പരിചയപ്പെടാം. കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഡിസ്കസ് ചെയ്യുക. അക്കൗണ്ടൻസിയും എക്കണോമിക്സുമാണ് +1 സ്റ്റുഡൻസിന് ബാക്കിയുള്ള എക്സാംസ്. മെയ് 9 തുടങ്ങി മെയ് 19 വരെയുള്ള ഒരു 10 days സ്റ്റഡി പ്ലാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അക്കൗണ്ടൻസിയിൽ 14 ചാപ്റ്ററും എക്കണോമിക്സിൽ 19 ചാപ്റ്ററുമാണ് അവർക്കിനി എക്സാമിനായിട്ട് പഠിക്കേണ്ടത്. ഓരോ ദിവസവും പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് ഇനി പറയുന്നത്. മെയ് 9 അക്കൗണ്ടൻസിയിലെയും എക്കണോമിക്സിലെയും 1ഉം 2ഉം ചാപ്റ്ററും, മെയ് 10 അക്കൗണ്ടൻസിയിലെയും എക്കണോമിക്സിലെയും 3ഉം 4ഉം ചാപ്റ്ററും പഠിക്കണം. മെയ് 11 അക്കൗണ്ടൻസിയിലെ 5th ചാപ്റ്ററും എക്കണോമിക്സിലെ 5th ഉം 6th ഉം ചാപ്റ്ററും, മെയ് 12 അക്കൗണ്ടൻസിയിലെ 6ാമത്തെ ചാപ്റ്ററും എക്കണോമിക്സിലെ 7ഉം 8ഉം ചാപ്റ്ററും പഠിക്കണം. മെയ് 13 അക്കൗണ്ടൻസിയിലെ 7ാമത്തെ ചാപ്റ്ററും എക്കണോമിക്സിലെ 9ഉം 10ഉം ചാപ്റ്റർ, മെയ് 14 അക്കൗണ്ടൻസിയിലെ 8ാമത്തെ ചാപ്റ്ററും എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലെ 1ഉം 2ഉം ചാപ്റ്റർ, മെയ് 15 അക്കൗണ്ടൻസി 9ാം ചാപ്റ്ററും എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് 3ഉം 4ഉം ചാപ്റ്റർ, മെയ് 16 അക്കൗണ്ടൻസിയിലെ 9ഉം 10ഉം ചാപ്റ്ററും എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലെ 5ാം ചാപ്റ്ററും, മെയ് 17 അക്കൗണ്ടൻസി 10ാം ചാപ്റ്ററും എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് 6ാമത്തെ ചാപ്റ്ററും, മെയ് 18 അക്കൗണ്ടൻസി 11ഉം 12ഉം ചാപ്റ്ററുകളും എക്കണോമിക്സ് 7ാമത്തെ ചാപ്റ്ററും, മെയ് 19 നമ്മുടെ അവസാനത്തെ ദിവസം അക്കൗണ്ടൻസി 13ഉം 14ഉം ചാപ്റ്ററും സ്റ്റാറ്റിസ്റ്റിക്സ് 8ഉം 9ഉം ചാപ്റ്ററുമാണ് പഠിക്കേണ്ടത്. +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ടൈം ടേബിളാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അവർക്ക് 2 എക്സാമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബിസിനസ് സ്റ്റഡീസുമാണ് ആ 2 സബ്ജക്റ്റുകൾ. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്നനുസരിച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. മെയ് 9 തുടങ്ങി മെയ് 19 വരെ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 12 ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 13 ചാപ്റ്ററും ഉണ്ട്. ഇവർ കവർ ചെയ്യേണ്ടത് മെയ് 9 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 1ഉം 2ഉം ബിസിനസ് സ്റ്റഡീസ് 1ാമത്തെ ചാപ്റ്ററും, മെയ് 10 കമ്പ്യൂട്ടർ 3ാമത്തെ ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 2ഉം 3ഉം ചാപ്റ്റർ, 11 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 4ാം ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 4ാമത്തെ ചാപ്റ്ററും, അതുപോലെ തന്നെ 12 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബിസിനസ് സ്റ്റഡീസും 5ാമത്തെ ചാപ്റ്റർ കവർ ചെയ്യണം. മെയ് 13 ആകുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബിസിനസ് സ്റ്റഡീസും 6ാമത്തെ ചാപ്റ്ററാണ് കവർ ചെയ്യേണ്ടത്. മെയ് 14 ആകുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബിസിനസ് സ്റ്റഡീസും 7ാമത്തെ ചാപ്റ്ററാണ് കവർ ചെയ്യേണ്ടത്. 14 മാറി 15 ആകുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബിസിനസ് സ്റ്റഡീസും 8ാമത്തെ ചാപ്റ്ററാണ് കവർ ചെയ്യേണ്ടത്. 16 ആകുമ്പോഴോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 9ാം ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 9ഉം 10ഉം ചാപ്റ്ററുകൾ കവർ ചെയ്യണം. 17 കമ്പ്യൂട്ടർ 10ാം ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 11ാമത്തെ ചാപ്റ്ററും കവർ ചെയ്യണം. 18 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 11ാം ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 12ാമത്തെ ചാപ്റ്ററും, മെയ് 19 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 12ാം ചാപ്റ്ററും ബിസിനസ് സ്റ്റഡീസ് 13ാമത്തെ ചാപ്റ്ററുമാണ് കവർ ചെയ്യേണ്ടത്. ഈ പറയുന്ന ടാർഗറ്റ് കറക്റ്റായി കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഉറങ്ങുള്ളൂ എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. Be you, be unique.